ഈ അധ്യായത്തിന്റെ പേര് 286 സൂക്തമുള്ള അധ്യായത്തിന്റെ പേര് ബക്കറ, പശു എന്നാണ്. എന്താണ് അതിൽ പറയും? പഠിക്കാം, പരിശോധിക്കാം, വായിക്കാം. ആർക്കും വേദഗ്രന്ഥത്തെ കുറിച്ച് എന്താണ് അവർ പഠിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? 40-ാം അധ്യായം 24-ാമത്തെ വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വേദഗ്രന്ഥം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഭയപ്പാട് നിമിത്തം ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു. മനുഷ്യരെ, നിങ്ങളുടെ മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇസ്ലാമിലേക്ക് ഒരാളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അൻത തുഖ്രിഹുൻ നാസ്, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം 10-ാം അധ്യായം 99-ാമത്തെ വചനം, നബിയെ അവരെ നിർബന്ധിക്കുകയോ? ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം, ചോറ് കൊടുത്ത് ചായ കൊടുത്ത് ഉപജീവന പ്രവർത്തനം ചെയ്ത് ആളുകളെ മതത്തിൽ കൂട്ടാൻ പാടില്ലെന്നാണ് ആ ഖുർആനിന്റെ വചനം പറയുന്നത്. വിശദീകരിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് സഹോദരങ്ങളെ. സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272-ാമത്തെ വചനം, 3 വചനങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ഇസ്ലാമിനെ അമുസ്ലിമിന്റെ നേരെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മഹാനായ ഖലീഫ ഉമർ, ലോകം മുഴുവൻ അറിയുന്ന ഭരണാധികാരി, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഖലീഫ ഉമർ ഒരു അമുസ്ലിം പെൺകുട്ടിയോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞു, ഇസ്ലാമായിട്ടില്ലെങ്കിലുള്ള കുഴപ്പങ്ങളെ പറ്റി പറഞ്ഞു. ജീവിതത്തിൽ അതൊക്കെ കഴിഞ്ഞപ്പോ ഖലീഫ ഉമറിന് ഒരു കുറ്റബോധം. എന്താ കുറ്റബോധം? ഈ സദസ്സിലിരിക്കുന്നവർ, ഈ റോഡരികിൽ നിൽക്കുന്നവർ, ഖലീഫ ഉമറിന്റെ കുറ്റബോധം എന്താണ്? അമുസ്ലിം പെൺകുട്ടിയോട് മതം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചുവോ? അതെന്റെ പാതകമായി പോയി, എന്റെ തെറ്റായി പോയി. 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഖലീഫ ഉമർ പറഞ്ഞു, അല്ലാഹുവേ, ആ അമുസ്ലിം സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമേ. ഒരു മുസ്ലിമിനെ നിർബന്ധിച്ച് മതത്തിൽ കൊണ്ടുവരാൻ വകുപ്പില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ അടുത്ത വചനം 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. 4-ാമത്തെ സൂക്തം വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. സൂറത്ത് ഇൻസാൻ, സൂറത്തുൽ ദഹർ 76-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം 3-ാമത്തെ വചനം. ധർമ്മവും അധർമ്മവും പ്രകടമാണ്, ആരെയും അതിൽ നിർബന്ധിക്കേണ്ടതില്ല. എന്നിട്ട് പ്രവാചകനോട് വീണ്ടും പറഞ്ഞു, ഖുർആനിലെ 4-ാം അധ്യായം 80-ാമത്തെ വചനം, റസൂൽ ജനങ്ങളെ നിർബന്ധിക്കേണ്ടവനല്ല, എത്തിച്ചു കൊടുക്കേണ്ടവനാണ്. അതുകൊണ്ട് നബിയേ, ആളുകളെ നിർബന്ധിക്കേണ്ടതില്ല. ഫലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ല യുക്മിനു ബിഹാദൽ ഹദീസി ഹസഫ. 18-ാം അധ്യായം 6-ാമത്തെ വചനം, അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ താങ്കൾ ജീവൻ എടുക്കുന്നവനായേക്കാം. അത് വേണ്ട, അങ്ങനെ വേണ്ട, പറഞ്ഞു കൊടുക്കൽ മാത്രം. വിശുദ്ധ ഖുർആൻ 7-ാമത്തെ സൂക്തം അടുത്ത വാചകം കേട്ടോളൂ നിങ്ങൾ. ഖുർആന്റെ 88-ാം അധ്യായം 20-21 വചനങ്ങൾ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈജിർ. അല്ലയോ പ്രവാചകരെ, ഉപദേശിച്ചാൽ മതി, അവരെ നിർബന്ധം ചെലുത്തേണ്ടവനല്ല. വാളെടുത്ത്, ആയുധമെടുത്ത്, അധികാരമെടുത്ത് AK-47 ഉപയോഗിച്ച് നീ മതം സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ക്രിസ്ത്യാനിയോട്, ഹൈന്ദവനോട്, മജൂസിയോട് നീ ഇസ്ലാം സ്വീകരിക്കും ചോദിക്കാൻ വകുപ്പില്ല. ഖുർആനിലെ 8-ാമത്തെ സൂക്തം 9-ാമത്തെ വചനം, വീണ്ടും 9-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. സൂറത്തുൻ നൂർ 24-ാം അധ്യായം 54-ാമത്തെ വചനം. അവിടെയും പറയുന്നത്, ഒരു മുസ്ലിമിനെയും ഇസ്ലാമിൽ ചേർക്കാൻ നിർബന്ധിക്കേണ്ടതില്ല, പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം ഇന്നതാണ്, അതിനിന്ന് പ്രത്യേകതകളുണ്ട്, അതിനിന്ന് മേന്മകളുണ്ട്, അത് ഈശ്വരീയമാണ്, അത് ദൈവീകമാണ്, അത് പ്രപഞ്ചനാഥന്റെ മതമാണ്, ഇതിൽ ഇന്നെന്ന നന്മകളുണ്ട് എന്ന് പറയാം. ഞാൻ മിനിയാന്ന് രാത്രിയിൽ ബഹ്റൈനിൽ നോൺ മുസ്ലിമുകൾക്ക് വേണ്ടി ഒരു ഗാദറിംഗ്, ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ പ്രഗത്ഭനായ കാസർകോട്ടുകാരനായ ഹോസ്പിറ്റലിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ബ്രാഹ്മണനായ ഒരു ഡോക്ടറായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞു, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ മനുഷ്യർ 5 നേരമെങ്കിലും അവന്റെ ഫ്രണ്ട് കൈ നന്നായി പച്ചവെള്ളത്തിൽ കഴുകണം. മോഡേൺ സയൻസ് പറയാണ്, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു മനുഷ്യനും അവന്റെ ഫ്രണ്ട് കൈയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഡെയിലി കഴുകണം.
ഒരു മുസ്ലിം സുബൈക്ക് കൈ കഴുകുന്നു, മുട്ടുവരെ കഴുകുന്നു, മുഖം കഴുകുന്നു, പുറത്തു വരുന്ന കാൽ മരിയാണി കഴുകുന്നു. രോഗാണുക്കൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള മേഖല 5 വക്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോ 6-ാമത്തതിൽ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോ 7-ാമത്തതിൽ ഒരു മുസ്ലിം കഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് ശാസ്ത്രീയ തേൻ ലോകത്തിന്റെ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 68-69 വചനത്തിൽ പറയുന്നത് ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേൻ ഔഷധമാണ്, രോഗമുണ്ടാക്കില്ല. തേൻ കുടിച്ചാൽ രോഗമുണ്ടാവില്ല, ഇല്ല. മാത്രമല്ല മോഡേൺ സയൻസ് ലോകത്ത് തെളിയിച്ച ഏറ്റവും പ്രധാനമായ കാര്യം, ഏറ്റവും വലിയ രോഗാണുക്കളെ തേനിൽ നിക്ഷേപിച്ചു. മോഡേൺ സയൻസ് പാലിലും തേനിലും രോഗാണുക്കളെ നിക്ഷേപിച്ച് ടെസ്റ്റ് നടത്തിയപ്പോ തേനിലെ എല്ലാ രോഗാണുക്കളും 4 ദിവസത്തിന്റെയും 5 ദിവസത്തിന്റെയും ഉള്ളിലായി ചത്തൊടുങ്ങി എന്ന് മോഡേൺ സയൻസാ പറയുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേനിന്റെ അത്ഭുതത്തെക്കുറിച്ചും തേൻ നിർമ്മിക്കുന്നത് പെൺതേനീച്ചയാണെന്നും സോമർ ഡാം 1878 അത് പറയുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത് എന്ന് വിശദീകരിച്ച ഒരു ദൈവിക ഗ്രന്ഥം. ആ ദൈവിക ഗ്രന്ഥം ഒരിക്കലും ഇനി നിങ്ങൾ നോക്ക്, ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി എല്ലാം മുസ്ലിങ്ങളുടെ നേരെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കേസരി എന്ന് പറയുന്ന അവിടുത്തെ നമുക്കറിയാം, കേരളത്തിന്റെ ദേശീയ വാരിക എന്ന് പറയുന്ന ഈ വാരികയിൽ 2014 ഡിസംബർ 16 മുതൽ എഴുതിയത് എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ കുട്ടികളെ കൊല്ലാൻ ഖുർആൻ പറഞ്ഞു എന്നാണ്. കുട്ടികളെ കൊല്ലാൻ, പാകിസ്ഥാനിലെ കുട്ടികളെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് ഖുർആനാണ് എന്ന് മാത്രമല്ല, മദ്രസയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ മലയാളക്കരയിലെ പ്രബുദ്ധമായ ജനങ്ങളുടെ മുമ്പിൽ എഴുതി വെക്കുകയാണ് ആളുകൾ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്യമതസ്ഥരോടുള്ള ശത്രുത വളർത്തിയെടുക്കുന്നതിൽ മദ്രസകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഖുർആനിലെ വചനങ്ങൾ അവിശ്വാസിയുടെ ഉന്മൂലനത്തിനായുള്ള പ്രേരണയാക്കി മാറ്റിയെടുക്കുന്ന ഇത്തരം മതവിദ്യാലയങ്ങൾ അഥവാ മുസ്ലിമിനോട് ശത്രുത പുലർത്താനും അവനെ കൊല്ലാനും അവനെ ഉന്മൂലനം ചെയ്യാനും മദ്രസ വിദ്യാഭ്യാസമാണ് പഠിപ്പിക്കുന്നത് എന്ന തെറ്റായ ഒരു ധാരണ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം വെട്ടം അബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി മദ്രസ ആരംഭിച്ചത്. വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി കുട്ടികൾക്ക് മദ്രസ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരൊറ്റ സലഫിയും തീവ്രവാദിയായി ഒരു ജയിലിലും കഴിയുന്നില്ല. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഒരാളുടെ നേരെയും ചെന്നിട്ടില്ല. കാരണം അവർ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് ചെല്ലാത്തത്. അവർ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തിലെയോ പാകിസ്ഥാനിലെയോ ഏതെങ്കിലും ഒരു മദ്രസാ പുസ്തകം തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന് ന്യായമായി ആ പുസ്തകം എടുത്ത് കോട്ട് ചെയ്ത് ഇന്ന മദ്രസയിലെ ഇന്ന ആളുകൾ ഇറക്കിയ സിലബസ് അനുസരിച്ച് ഈ മദ്രസയിൽ ശത്രുത പുലർത്തുന്ന ഒരു വാക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൗതുകരമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്രിസ്ത്യാനികൾ ലോകത്ത് എത്രയോ കാലമായി ലോകത്ത് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാറുണ്ട്, നബിയെ തെറി പറയാറുണ്ട്, അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ലഘുലേഖ എഴുതാറുണ്ട്. മഞ്ചേരി ആസ്ഥാനമായ മർക്കസുൽ ബിഷാറ അവിടെ നിറക്കിയ ഒരു പുസ്തകത്തിൽ ചാണകക്കൂനയിൽ മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന് മരിക്കുകയായിരുന്നു മുഹമ്മദ് നബി എന്ന് ക്രൈസ്തവർ എഴുതിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയുന്നു, 1450 വർഷത്തിനിടയിൽ യേശുക്രിസ്തുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇറക്കിയ ഒരു ലഘുലേഖ ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയോ? ലോകത്തെവിടെയെങ്കിലും യേശുക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ചീത്ത പറയുന്ന ഒരു ലഘുലേഖ? ഉദാഹരണം, ഈ സ്റ്റേജിൽ ഒരു ക്രിസ്ത്യാനി മുഹമ്മദ് നബിയുടെ ഒരുപാട് കുറ്റം പറയും. യേശുക്രിസ്തുവിന്റെ കുറ്റം ഒരു മുസ്ലിം പറയില്ല. എന്തുകൊണ്ടെന്നാൽ പറയാൻ പാടില്ല. ആ പ്രവാചകന്മാർക്കിടയിൽ ഇസ്ലാം ഒരു ഭിന്നതയും കൽപ്പിക്കുന്നില്ല. ലോകത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരാണ്. ജൂതന്മാർ